ചേച്ചി ഉടുത്തിരിക്കുന്ന സാരിയൊക്കെ ഇവിടെയാണോ ചെയ്തത്? സ്വന്തമായിട്ട് ചെയ്തെടുക്കാറുണ്ടോ? സ്വന്തമായിട്ട് സാരി നെയ്തിട്ടില്ല. ഇല്ല. ഷർട്ട്, മുണ്ട്. അഡിക്റ്റ് ആണ് ഈ ജോലിക്ക്. ഇനി വേറൊരു ജോലിക്ക് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞങ്ങൾ അങ്ങനെ അഡിക്റ്റ് ആയിപ്പോയി. 10-17 വർഷമായില്ലേ ഇതേ കയറി ഇരുന്നിട്ട്. ഇത് ഇപ്പൊ ഡബിൾ മുണ്ട്. ഡബിൾ മുണ്ട് എന്ന് പറയുന്നത് ഇതുണ്ടല്ലേ, നമ്മൾ ചെയ്യുന്ന ഡബിൾ മുണ്ട് ഇതാണ്. ഇപ്പോഴത്തെ ഡബിൾ മുണ്ട് ഇതാണ്. ഈ ഡബിൾ മുണ്ട് നല്ല നീളവും നല്ല വീതിയുള്ള നല്ല മുണ്ടാണ്. പിന്നെ നമ്മുടെ സെറ്റ് മുണ്ടിന്റെ ചെയ്യുന്നതാണ്. ഇതും നമ്മൾ ഓണം അനുസരിച്ചിട്ടുള്ള ഓണത്തിലേക്ക് നല്ല രീതിയിൽ സെയിൽ പോകുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ ഈ ഡബിൾ മുണ്ടെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ സെയിലാകുന്ന സാധനങ്ങളാണ്. ഇതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള ജോലിയാണ്. നെല്ലിപ്പലക എന്നൊക്കെ പറയല്ലേ, ക്ഷമയുടെ, അതും വേണം. അതാണ് മസ്റ്റ് ആയിട്ട് വേണ്ടത്. അതുണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അല്ലാത്ത ഇത് ഈ സാധനം ഇല്ലാത്ത ആൾക്കാർ ഇട്ടിട്ട് പോകും. അതാ. പിന്നെ ഞങ്ങളുടെ ഒരു വെച്ചാൽ ഞങ്ങൾ നെയ്യുന്ന തുണി ഞങ്ങളുടെ ഭർത്താക്കന്മാരും മക്കളൊക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ ഞങ്ങൾ അതിൽ സംതൃപ്തരാകുന്നു. ഇപ്പൊ ഷർട്ട് 12 മീറ്റർ ഒരു പീസ്. നമ്മുടെ മനസ്സിന് സംതൃപ്തിയാകുന്ന ഒരു തൊഴിലിടമാണ്. സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥാപനം. പിന്നെ അവർക്ക് അവരുടേതായ മനസ്സിണങ്ങിയ രീതിയിൽ നമ്മളൊരു പുതിയ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണ്. നൂല് കൊടുത്തിട്ട് തുണി, ഷർട്ട്, തുണി സ്വന്തമായിട്ട് നമ്മളൊരു മുണ്ടൊക്കെ നെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമായിട്ടേ നമുക്ക് ഏത് തൊഴിൽ ചെയ്യാൻ നമുക്ക് ആദ്യം ഒരു ഇഷ്ടമാണ് തോന്നേണ്ടത്. ആ ഇഷ്ടം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, ആ തൊഴിലിനോട് നമുക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ജോലിയും എളുപ്പമായിട്ട് തോന്നും. എനിക്ക് സത്യത്തിൽ ഇപ്പൊ ഇവിടെ വന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ തൊഴിലിനോട്. എനിക്കിത് ചെയ്യാൻ ഭയങ്കര സന്തോഷമാണ്. 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ വന്നതാണ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അമ്മമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം ഇൻട്രസ്റ്റ് തോന്നി വന്നതാണ്. ഞാനിതൊരു കാവ്യ മുണ്ട് നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മുണ്ട് തീർന്നു കഴിഞ്ഞപ്പോൾ പുതിയ പാവ് കൊണ്ടുവന്നത് വെച്ചിട്ട് പഴയ പാവിനോട്, നെയ്തുകൊണ്ടിരുന്ന പാവിനോട് ഒരുമിച്ച് പഴയതും പുതിയതും കൂടെ ഒരുമിച്ച് ഞാൻ ഞെരടി ചേർക്കുക. എനിക്ക് പിന്നെ കോർക്കണ്ട, 2 പേരുടെ ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. ഇത് ചെയ്തുകൊണ്ടിരിക്കണ ഇതും പഴയതിൻ്റെതും പുതിയതിൻ്റെതും കൂടെ എടുത്ത് ഞെരടി ചേർക്കും. ഓരോ നൂലെടുത്ത് ഇങ്ങനെ യോജിപ്പിച്ച് ഭസ്മ ഇട്ടാണ് തൂക്കണതേ. ഇത് ഭസ്മം വെച്ചിട്ടാണ് ഞെരടി ചേർക്കണത്. ഇത് ഭസ്മം വെച്ചാൽ പെട്ടെന്ന് ഉരി പോകത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇത് വെച്ചിട്ടാണ് ചെയ്തോണ്ടിരിക്കണം. ലാലിയൻ 2400. ഇത് കോർക്കാനാ. ഇത് 3 ദിവസം കൊണ്ടാണ് ഞെരടിത്തിരിക്കില്ല. 3 ദിവസം ഞാൻ എടുക്കും ഞെരടിത്തിട്ട്. എൻ്റെ പേര് അനൂപ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഖാദി ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് മൊത്തം ഇവിടെ 16 യൂണിറ്റാണ് ഉള്ളത്. ഈ 16 യൂണിറ്റിൽ 7 എണ്ണം ഇതുപോലെ നെയ്ത്തും, ബാക്കി 16 എണ്ണത്തിൽ തന്നെ നമ്മൾ ബാക്കിയുള്ളതിനകത്ത് നൂൽപ്പും നടക്കുന്നുണ്ട്. നൂൽപ്പ് നമ്മുടെ ഈ സെന്ററിൽ നടക്കുന്നില്ല, അങ്ങോട്ടുള്ള സെന്ററിലാണ് നൂൽപ്പെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ സെറ്റ് മുണ്ടാണ് അത് നെയ്യുന്നത്. ഇത് സെറ്റ് മുണ്ടാണ് നെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് സെറ്റ് മുണ്ട് നെയ്യുന്നു. അവിടെ ഡബിൾ മുണ്ട് നെയ്യുന്നുണ്ട്. ഇതൊന്ന് ഈ നൂലിന്റെ ഈ തുണിയുടെ വെറൈറ്റി എന്ന് പറയുന്നത് ഇത് 33-ാം നമ്പർ നൂലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 33-ാം നമ്പർ നൂലാണ്. ഒരു നൂലെന്ന് പറയുന്നത് 33. ഇതിന് കൗണ്ട് പറയുന്നത് 33 എണ്ണം. അങ്ങനെ പല പല കൗണ്ടുകളുണ്ട്. 100-ാം നമ്പർ ഉണ്ട്. അത് സെറ്റ് മുണ്ടുകളൊക്കെ ഉണ്ടാക്കാനെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത് 100-ാം നമ്പർ, 120-ാം നമ്പർ നൂല്. അപ്പം 100-ാം നമ്പർ എന്ന് പറയുമ്പോൾ എന്താ, 33 എന്ന് പറയുമ്പോൾ ഇത്തിരി തടി കൂടിയതായിരിക്കും. 100-ാം നമ്പർ സാധാരണ ചെറുത് തന്നെ. അപ്പൊ ഇതിന്റെ ഇതൊന്ന് 1320, 127 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വെറൈറ്റിയിൽ 2720 നൂലുണ്ട്. 2720 നൂല്. കറക്റ്റ് കണക്കാണ്. ഉണ്ട്, അത്രയും തന്നെ ഉണ്ട് നൂല്. ഡിസൈൻ വരുള്ളൂ. അല്ല, എന്നാൽ നമ്മളിപ്പോ ഇടുന്ന, അതായത് ഇതിന് 127 സെന്റിമീറ്റർ ആണ് നമ്മൾ വീതി കൊടുക്കുന്നത്. നമ്മൾ ബ്ലീച്ച്, അതായത് നെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തുണി വിൽക്കുമ്പോൾ ഇതിന് പ്രോസസ് ചെയ്യത്തില്ലേ, ഇതിനൊരു ഇത്ര ശതമാനം കോൺട്രാക്ഷൻ ഉണ്ട്. അതായത് ഹാൻഡ്ലൂം ആയതുകൊണ്ട്, ഏത് ഹാൻഡ്ലൂമിലായാലും ശരി, ഇത്ര പെർസെൻറ്റേജ് അതിന് കോൺട്രാക്ഷൻ വരും. തുണി കുറച്ച് ചുരുക്കം വരും. അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ പ്രകാരം വരുമ്പോൾ നമുക്ക് കോറ വിട്ടെന്ന് പറയുന്നത് നമുക്കൊരു 120 കിട്ടണം. 123 കിട്ടും. അപ്പോൾ അത്രയാണ് ഈ തുണിയുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ തൊഴിലാളികൾ ഒരു ദിവസം അവർക്ക് നെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ട് വർക്കിലോട് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേജസ് കിട്ടും. ഒരു മീറ്റർ നെയ്യുന്നതിന്
ഇതിന് ചെയ്യുന്നതിന് 65 രൂപ 66 രൂപയോളം ഇതിന് കിട്ടും. അതേസമയം ഈ പാവ് ഉണ്ടാക്കില്ല, ഈ പാവ് റെഡിമെയ്ഡ് പാവ് കൊടുക്കുമ്പോൾ ഇവർക്ക് ഈ പാവ് ഉണ്ടാക്കുന്ന കൂലി നമ്മൾ അവിടെ പോകും. അപ്പോൾ അവർക്ക് ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് അത്രയും ദിവസം കൂടെ ലാഭിച്ചിട്ട് കൂടുതൽ തുണികൾ നെയ്ത് മീറ്റർ നെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പോൾ അവർക്ക് അത്രയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം കുറേ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഖാദിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ആഗോളതാപനത്തിൻ്റെ ഭാഗമായി ഭയങ്കരമായ ചൂട് അനുഭവപ്പെടുക, അതുപോലെ തന്നെ ചില സമയത്ത് ഭയങ്കരമായ തണുപ്പും. ഇതിൽ രണ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് നമ്മുടെ ശരീരത്തോട് ഇഴകിച്ചേർന്ന ഒരു വസ്ത്രമാണ് ഖാദി എന്ന് പറയുന്നത്. അത് ഗാന്ധിജി മുതൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ്. അത് പ്രത്യേകിച്ച് കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ കഴിവുള്ള വസ്ത്രം കൂടിയാണ് ഖാദി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അത് മാത്രമല്ല ഇത്തരം വ്യവസായ യൂണിറ്റുകളിലൂടെ നിരവധിയായിട്ടുള്ള ആൾക്കാർക്ക് ജോലിയടക്കം ലഭിക്കുന്നു. തീരമേഖലയെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം. കാര്യം ഇന്ന് ആലപ്പുഴ അമ്പലപ്പുഴ താലൂക്കുകളിൽ ഏറ്റവും കൂടുതൽ കയർത്തൂലായുള്ള പ്രദേശമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അതേപോലെയുള്ള ഒരു പ്രസ്ഥാനമാണ് ഖാദി ബോർഡിൽ നിന്ന് ഒരുപാട് സഹോദരിമാർ തൊഴിൽ ചെയ്യുന്ന ഖാദി ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 100% അവരോടൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഇത് ഈ ചേച്ചി ബേബി വിനോദിനി, ഇവരൊക്കെ 10-30 വർഷമായി. പിന്നെ ഇതാ ഒരു ബിന്ദു എസ്, ജീവനക്കാരാണ്. പിന്നെ ഇത് മഞ്ജു ട്രെയിനീസ് ആണ്. ഇത് ലാലി, അല്ല അപ്പുറത്തുണ്ടേ, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ടതാണ് അവര്. കെട്ടിടം വലുതായപ്പോ അവരെ അങ്ങോട്ട് വിട്ടതാ.